ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 631 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനമാണ്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഫിലാഡൽഫിയ എന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. വൈദ്യുതി കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ കാലത്ത് ഫിലാഡൽഫിയയിലെ തെരുവുകൾ സൂര്യാസ്തമയം കഴിഞ്ഞാൽ കൂരിരുട്ടിലാണ്. റോഡുകളാകട്ടെ കുണ്ടും കുഴിയും നിറഞ്ഞവ. രാത്രിയിൽ കാൽനടയായി പോകുന്നവരൊക്കെയും കുഴിയിൽ വീണ് അപകടത്തിൽ പെടാറുമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു അപൂർവ പ്രതിഭയായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു കാര്യം ചെയ്തു. തൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി പോകുന്ന യാത്രക്കാർക്ക് പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ ഒരു റാന്തൽ വിളക്ക് കൊളുത്തി അത് വീടിൻ്റെ മുമ്പിൽ തൂക്കിയിട്ടു. അതിലെ പോകുന്നവർക്ക് അത് വലിയ ആശ്വാസമായി മാറി. വീട്ടുടമസ്ഥനെ ആളുകളൊക്കെയും അഭിനന്ദിക്കുവാനും പ്രകീർത്തിക്കുവാനും തുടങ്ങി. മറ്റു ഭവനക്കാരും ഇത് അനുകരിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ആ തെരുവിൻ്റെ എല്ലാ ഭാഗത്തും റാന്തൽ വിളക്കുകൾ ഉയരുവാനും പ്രകാശപൂരിതമായി മാറുവാനുമൊക്കെ ഇടയായി. അങ്ങനെ ഫിലാഡൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം അന്വർത്ഥമായി. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റിലും ധാർമ്മികവും ആത്മീകവുമായിട്ടുള്ള അന്ധകാരം ഉണ്ട്. ലക്ഷ്യബോധമില്ലാതെ യാത്ര ചെയ്യുന്ന ആളുകൾ, പകയും വിദ്വേഷവും വച്ചു പുലർത്തുന്ന ആളുകൾ, ഇങ്ങനെ ഒത്തിരി ആളുകൾ അന്ധകാരത്തിൻ്റെ നിഴലിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും പ്രകാശം പരത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ നമുക്ക് ചുറ്റിലും ഒരു ചെറിയ വെളിച്ചമെങ്കിലും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സൂര്യൻ അസ്തമിക്കുമ്പോൾ മൺവിളക്ക് സൂര്യനോട് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ വെളിച്ചം പകരുവാനായിട്ട് ഞാൻ ശ്രമിക്കും. പ്രിയമുള്ളവരെ, നമ്മളാൽ കഴിയുന്നത് പോലെ വെളിച്ചം പകരുമെന്ന് ആ മൺവിളക്ക് പറഞ്ഞതുപോലെ നമുക്കും പറയുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.